കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ്സുകാരൊക്കെ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് വെൽത്ത് മാനേജ്മെന്റ് അറിയില്ലായിരുന്നു. ചിലർ പറയും എനിക്ക് വെൽത്ത് മാനേജ്മെന്റ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ സമ്പന്നനായി എന്ന്. എന്താണ് വെൽത്ത് മാനേജ്മെന്റ്? വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പന്നതയാണ്, സമ്പത്താണ് എന്ന് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? എന്താണ് വെൽത്ത് മാനേജ്മെന്റ്? ഏത് തരത്തിൽ ഈ വെൽത്ത് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളിൽ പലർക്കും പണം എന്ന് പറയുന്നത് സമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് ബഹുമാനം, സ്നേഹം ഇവ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. പണം ഇല്ലാത്തത് കൊണ്ട് ആരും മൈൻഡ് ചെയ്യാതെ, ആരും ബഹുമാനിക്കാതെ, ആരും സ്നേഹിക്കാതെ, ഒന്നും കിട്ടാതെ സമൂഹത്തിൽ വിലയില്ലാതെ പോകുന്ന കുറെ ആളുകളുണ്ട്. നമ്മളെല്ലാവരും അതിലൊക്കെ പെട്ടവരാണ്. അപ്പൊ ഇവർക്കൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ പണം വേണം, ബഹുമാനം കിട്ടണമെങ്കിൽ പണം വേണം. ഇവയൊക്കെ കിട്ടാതെ പോകുന്നതുകൊണ്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് വെൽത്ത് മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കുക. അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ, വെൽത്ത് മാനേജ്മെന്റ് സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇന്ന് ജീവിക്കുന്നതിന് സമ്പന്നത അല്ലെങ്കിൽ പണം നമുക്ക് ആവശ്യമാണ്. ഭൗതിക ജീവിതത്തിൽ പണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പണം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട്. സ്നേഹം ഉണ്ടാവുന്നില്ല, ബഹുമാനം ഉണ്ടാവുന്നില്ല, പരസ്പര ഐക്യം ഉണ്ടാവുന്നില്ല, വിലയും നില ഉണ്ടാവുന്നില്ല, സമൂഹത്തിൽ ഒരു ആദരവും കിട്ടുന്നില്ല. അപ്പൊ സമ്പന്നത അല്ലെങ്കിൽ പണം നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ഒരു ചിന്ത, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പണത്തെക്കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, സമ്പത്തിനെ കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഈ ബ്ലൂ പ്രിന്റ് നമ്മൾ ഇന്നോ ഇന്നലെ ഉണ്ടാക്കിയതൊന്നും അല്ല. നമ്മൾ ജനിച്ചിട്ട് വളർന്നു വരുന്ന കുട്ടിക്കാലത്ത്, ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ജീവിച്ചു വന്നിരുന്ന ചുറ്റുപാടുകളും, നമ്മളെ സ്വാധീനിച്ചിരുന്നതായ ചുറ്റുപാടുകളും, നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുത്താൽ അതിന് ബ്ലൂ പ്രിന്റ് ഉണ്ടാവുമല്ലോ, ഒരു സിനിമ എടുത്താൽ അതിന് ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. അതുപോലെ നമ്മൾ ജനിച്ച് വളർന്നു വന്നപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതായ, ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ളതായ വ്യക്തികള്, ആളുകള്, സംസാരങ്ങള്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകള്, ചുറ്റുപാടുള്ള ആളുകള്, നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ആളുകൾ, ഇവരുടെ എല്ലാ പ്രവൃത്തികളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും പണത്തെക്കുറിച്ച് നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകളൊക്കെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ ചെറുപ്പം മുതലേയുള്ള ആ ബ്ലൂ പ്രിന്റ് തന്നെയാണ് മരിക്കുന്നവരെയും നമ്മുടെ കൂടെ ഉണ്ടാവുക. അത് വ്യത്യസ്തമാക്കാൻ നമുക്കറിയില്ല, അത് മാറ്റാനും നമുക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ സാധാരണക്കാരാണ് എന്ന് പറയുന്നവർക്ക്, സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു ജോലിയോ ഒരു പണമോ കുറച്ച് ശമ്പളമോ ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ച അച്ഛനമ്മമാർ അങ്ങനെ വളർത്തി ആ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, വ്യക്തികളുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒരു വെൽത്തുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ വെൽത്തുമായിട്ട് ഇവരെയൊക്കെ കൂട്ടിച്ചേർക്കും. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളുടെ സാഹചര്യങ്ങൾ എന്താണോ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തുള്ള വ്യക്തികളുടെ സാഹചര്യങ്ങൾ എന്താണോ, അത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ബ്ലൂ പ്രിന്റ്. ആ ബ്ലൂ പ്രിന്റിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ആ ബ്ലൂ പ്രിന്റിനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കണം. നമ്മൾ ഇന്ന് മുതലോ ഇപ്പൊ മുതലോ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ബ്ലൂ പ്രിന്റിനെ അപ്പൊ ചോദിക്കും, ബ്ലൂ പ്രിന്റ് ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ മാറ്റി, ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ സമ്പന്നനായോ എന്ന് ചോദിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെ ബ്ലൂ പ്രിന്റിനെ നമ്മൾ മാറ്റാനായിട്ടാണ് നമ്മൾ വെൽത്ത് മാനേജ്മെന്റ് പഠിക്കുന്നതും. വെൽത്ത് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലൂ പ്രിന്റിനെ നമ്മൾ മാറ്റും. അങ്ങനെ ഈ ബ്ലൂ പ്രിന്റ് എന്താണോ അത് നമ്മളുടെ പണത്തെക്കുറിച്ചുള്ള ധാരണ, പണത്തെക്കുറിച്ചുള്ള ചിന്തകള്, സമ്പത്തിന്റെ അഭാവം, ഇതെല്ലാം നമ്മളെ മാറ്റിമറിക്കാൻ തുടങ്ങും. അങ്ങനെ മാറ്റി ഇപ്പോ ചെറുപ്പത്തിലേ ഉള്ളത് മരണം വരെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മളുടെ പണത്തെക്കുറിച്ചുള്ള, നമ്മളുടെ വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചുള്ള നമ്മുടെ ബ്ലൂ പ്രിന്റിൽ ഒരു കറക്ഷൻ വരുത്താണ്. ഇത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കറക്ഷൻ വരുത്താണ്. അങ്ങനെ വരുത്തി കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. ആ തിരുത്തിയ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. അങ്ങനെ പല തെറ്റായ അഫർമേഷനുകളും നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന, നമ്മളുടെ മനസ്സിലും നമ്മളുടെ ബ്ലൂ പ്രിന്റിലും ഉണ്ടാകുന്ന തെറ്റായ പല അഫർമേഷൻസുകളിലേക്കും പണം, സമ്പത്ത് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നു. നമ്മൾ പറയുന്ന പല തെറ്റായ അഫർമേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പല അഫർമേഷൻസും, പണം സന്തോഷം തരാൻ സാധിക്കില്ല, പണത്തിന് ഒന്നും ആഗ്രഹിച്ച പോലെ നടക്കാൻ സാധിക്കില്ല, പണം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല, പണം ഉണ്ടായാൽ എല്ലാം സാധിക്കില്ല, ഉള്ള പണം മതി, സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി, ഇങ്ങനെയുള്ള കുറേ ചീത്ത അഫർമേഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പണം നേടാൻ വേണ്ടി കട്ടും മോഷ്ടിച്ചും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. അതിനെ നമ്മൾ ഈ പറയുന്ന ബ്ലൂ പ്രിന്റുകളെ
നമ്മൾ മാറ്റിവെക്കാം. ഈ ലോകത്ത് 5% ആളുകളെ സമ്പന്നരായിട്ടുള്ളൂ. നമുക്കറിയാം, ഇത്രയും ജനങ്ങളുള്ള രാജ്യത്തില് 100-ല് 5% ആളുകൾ മാത്രമേ സമ്പന്നരായിട്ടുള്ളൂ. ബാക്കി 95%വും സമ്പന്നരല്ല, സാധാരണക്കാരാണ്, ദരിദ്രരാണ്. 95% ദരിദ്രരാണ്. ഈ ലോകത്തിലുള്ള സമ്പത്തിൽ, നമ്മുടെ ഈ രാജ്യത്ത്, ഈ ലോകത്തിലുള്ള സമ്പത്തിൽ, ഈ യൂണിവേഴ്സിലുള്ള സമ്പത്തില് 5% ആളുകൾ മാത്രം ഈ സമ്പത്ത് കൈയടക്കി വച്ചിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് എന്താണെന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ വിജയിച്ചിട്ടുള്ള ഈ 5 പേരും, ഈ സമ്പന്നരായ 5% പേരും എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത്? ഇവരും ദാരിദ്ര്യത്തിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും വന്നവരൊക്കെ തന്നെയാണ്. അപ്പൊ ഈ 95% പേരുടെ കയ്യിലും സമ്പത്ത് വരുന്നില്ല. ബാക്കി 5% പേരുടെ കയ്യിൽ മാത്രം സമ്പത്ത് ഉതകുന്നു. ഈ 5% പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരോ ഉയർന്ന നിലവാരമുള്ളവരോ വലിയ ടോപ്പിൽ ഹയർ എഡ്യൂക്കേഷൻസും വലിയ വലിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു വന്നവരൊന്നും അല്ല. അതേസമയം ഉന്നത വിദ്യാഭ്യാസം നേടിയവരും വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചു വന്നവരും ഒക്കെ എന്താണ്? ഇന്ന് സമ്പന്നരല്ല, ദരിദ്രരാണ്. ഈ 95%-ത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഈ 5%-ത്തിൽപ്പെട്ടവർ ഇന്ന് സമ്പന്നരാവുന്നു. അവരുടെ കൈകളിൽ മാത്രം പണം വന്നു നേരുന്നു. എന്തുകൊണ്ട് അവർക്ക് സമ്പന്നത കൈവരുന്നു? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോ ഒരു കാര്യം ഇവിടെ നമുക്ക് വ്യക്തമായി, സമ്പത്ത് അല്ലെങ്കിൽ സമ്പന്നത നേടാൻ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ, മണി മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാൻ, മണി മാനേജ്മെന്റ്, വെൽത്ത് മാനേജ്മെന്റ് മനസ്സിലാക്കാൻ ഉന്നത വിദ്യാഭ്യാസമോ സമ്പന്നതയോ വേണ്ട, ഉന്നത വിദ്യാഭ്യാസമോ ഉന്നത നേട്ടങ്ങളോ വേണ്ട. മറിച്ച് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് എന്താണെന്ന് ഈ 5% വരുന്ന സമ്പന്നരുടെ കാര്യം എടുത്തു നോക്കിയാൽ മതി. അവര് പഠിച്ചതും അവര് പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, വെൽത്ത് മാനേജ്മെന്റ് പഠിച്ചാൽ നമുക്ക് ആരായി തീരാൻ സാധിക്കും? സമ്പന്നരായി തീരാൻ സാധിക്കും.